നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. ഈത്തിൽ മീള ഫതവല്ല ഫസല്ലി റകഅതൈൻ സുമ്മ ദുഅല്ലാഹ സുബ്ഹാനഹു വതആല. നിങ്ങൾ വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ദുആ, ആ ദുആ നിങ്ങൾ നടത്തിക്കോ. നിങ്ങളെ ആവശ്യങ്ങളെല്ലാം റബ്ബ് വീട്ടിത്തരും. ഏതാണ് ഈ ദുആ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരു പാവപ്പെട്ട വ്യക്തി സഹായം ചോദിച്ചുകൊണ്ട് വന്ന കഥ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ഒരു പ്രധാന വിഷയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട സഹോദരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വരുന്നു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഈ വന്ന പാവപ്പെട്ടവന്റെ പ്രശ്നം കേൾക്കാൻ, അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ വഴിയിൽ വെച്ച് കാണുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മഹാനെ കണ്ടപ്പോൾ ഇദ്ദേഹം തന്റെ വേവലാതി സങ്കടം അദ്ദേഹത്തോട് പറഞ്ഞു. ഞാന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാണെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ സമീപത്ത് ചെന്നു. പക്ഷേ എന്റെ പ്രശ്നം കേട്ട് പരിഹാരം അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. എല്ലാവരുടെ പ്രശ്നവും പരിഹരിക്കുന്ന ആളാണ്. മോമിനീങ്ങൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരും ചെയ്തിട്ടുള്ളവരുമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നിന്ന് ദാനം കൊടുത്ത് സ്വർഗം വാങ്ങിയ മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മദീനത്തൊരു കിണർ കാണാം, ജൂതന്റെ കൈവശമുള്ള കിണറാണ്. 30,000 ദിർഹം ആരാണ് തന്നിട്ട് ജൂതന്റെ കയ്യിൽ നിന്ന് ഈ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്യുന്നത് സ്വർഗം തരാം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എഴുന്നേറ്റ് അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്, ഞാൻ തരാം നബിയേ. ഇങ്ങനെ കൊടുക്കുന്നവരാണ്, കൊടുക്കാൻ പിശുക്കില്ലാത്തവരാണ്. പക്ഷെ ഇത് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഈ വന്ന ആളുടെ പ്രശ്നം കേൾക്കാതെ പോയത്. ഈ സങ്കടം ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങളോട് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, സാരമില്ല, നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. ഈത്തിൽ മീള ഫതവല്ല ഫസല്ലി റകഅതൈൻ സുമ്മ ദുഅല്ലാഹ സുബ്ഹാനഹു വതആല. നിങ്ങൾ വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ദുആ, ആ ദുആ നിങ്ങൾ നടത്തിക്കോ. നിങ്ങളെ ആവശ്യങ്ങളെല്ലാം റബ്ബ് വീട്ടിത്തരും. ഏതാണ് ഈ ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്ത് കാലത്ത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരാള്, ലരീറുൽ ബസർ, കാഴ്ചയില്ലാത്ത ഒരാള് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടാവാൻ തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്വബർത, ക്ഷമിച്ചുകൂടെ നിങ്ങൾക്ക്? വലിയ കൂലി കിട്ടും. അപ്പൊ മഹാൻ പറയാണ്, നബിയെ, ഇതുവരെ ക്ഷമിച്ചിട്ടുണ്ട് ഞാൻ, ഇനിയും ക്ഷമിക്കും. എന്തേ ഇപ്പൊ കണ്ണിന് കാഴ്ച വേണമെന്ന് പറഞ്ഞത്? പള്ളിയിൽ ജമാഅത്തിന് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് സാധിക്കുന്നില്ല. മാത്രമല്ല, എൻ്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഒരു സഹായി എനിക്ക് ഇല്ല നബിയേ. അതുകൊണ്ടാണ് എൻ്റെ കണ്ണിന് കാഴ്ച വേണമെന്ന് ദുആ ചെയ്യാൻ നിങ്ങൾ സമീപിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാ പിന്നെ വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യൂ. ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു പ്രശ്നം വരുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കണം.
ഒരു വിഷമം വരുമ്പോൾ വുളൂ ചെയ്യുക, എന്നിട്ട് നിസ്കരിക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മാൻ. ഉണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യൂ. അല്ലാഹുവിന്റെ ഹബീബാ പഠിപ്പിച്ചു കൊടുക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നേരെ അല്ലാഹുവിനോട് ദുആർക്ക് എന്ന് പറയുന്നതിന് പകരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മാൻ. മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സംഗതി പറയുമ്പോഴും നബി തങ്ങൾ ദുആരക്കാനും നിസ്കരിക്കാനും കൽപ്പിക്കുമ്പോഴും അദ്ദേഹം എന്നിട്ട് ദുആ ചെയ്യുമ്പോഴുമൊക്കെ പള്ളിയിലുണ്ട്. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ദുആ ഞാൻ അന്ന് പഠിച്ചു വെച്ചതാ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പറയാ. അതുകൊണ്ട് മോനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെന്നിട്ട് നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പരിഹാരമാണ് പറഞ്ഞു തരുന്നത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ദുആ, ആ ദുആ ഇപ്പോ നിങ്ങൾ ചെയ്യൂ. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മാൻ എന്ന് നിങ്ങൾ ദുആർന്നോളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കണ്ണിന് കാഴ്ച കിട്ടാനാണ്. അത് അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല, നമ്മൾ ചെയ്താലും നമുക്കതിന് പരിഹാരം ലഭിക്കും. അതുകൊണ്ട് വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ദുആർക്കൂ, ഈ ദുആ ചെയ്യൂ. ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ വന്ന സ്വഹാബി മഹാനവറുകൾ ദുആ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വീട്ടിലേക്കാ പിന്നെ നേരെ ചെല്ലുന്നത്. വാതിലിന് മുട്ടിയപ്പോൾ പാറാവുകാരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഖലീഫയല്ലേ? ഈ വന്ന മനുഷ്യന്റെ കൈ പിടിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇതിനു മുമ്പ് സംഭവിക്കാത്തതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ തന്നെ സമീപത്ത് മഹാനെ ഇരുത്തുന്നു. അദ്ദേഹം പറയാണ്, എന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ അടുത്ത് ഇരുത്തി. നേരത്തെ ചെന്നപ്പോൾ അങ്ങനെ ഇരുത്തുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നോട് ചോദിച്ചു എന്തേ വന്നത്, എൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മഹാൻ പറയാണ്, നിങ്ങൾ നേരത്തെ വന്നു, പക്ഷേ നിങ്ങളെ പ്രശ്നം കേൾക്കാനും അതിന് പരിഹാരം തരാനും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതാ, ചോദിച്ചതൊക്കെ ഇതാ. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇനി ജീവിതത്തിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഇവിടെ വരണം, എന്നോട് പറയണം, ആവശ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകണം. മാഷാ അല്ലാഹ്. ഇദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം. എന്താ ഇത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് പഠിച്ച അല്ലാഹുവിൻ്റെ ഹബീബിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദുആ. ആ ദുആ നടത്തിയപ്പോഴാണ് ഇവിടെ കാര്യങ്ങൾ എളുപ്പമായത്. പക്ഷെ ഇദ്ദേഹം മനസ്സിലാക്കിയത്, അദ്ദേഹം അവിടെ നിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങളെ കണ്ടു. അദ്ദേഹത്തിന് വലിയ ശുക്ർ പറഞ്ഞു. ജസാക്കല്ലാഹ്, ശുക്റല്ലക്ക്, നിങ്ങൾക്ക് നന്ദി, അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ഇദ്ദേഹം മനസ്സിലാക്കിയത്, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങളോട് എൻ്റെ സങ്കടം പറഞ്ഞപ്പോ മഹാനവറുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് എൻ്റെ ബുദ്ധിമുട്ട് പോയി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രശ്നം ഇപ്പൊ പരിഹരിച്ചത് എന്നാണ്. അത് പറയാണ്, നിങ്ങൾ പറഞ്ഞത് കൊണ്ട് എൻ്റെ കാര്യം എളുപ്പമായി. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് പറഞ്ഞത്, ഇല്ല, ഞാൻ ഒരിക്കലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോയി കണ്ട് നിങ്ങളെ വിഷമവും ബുദ്ധിമുട്ടും നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യവും പറഞ്ഞിട്ടില്ല.
ഇത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് ലഭിച്ചതെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കിട്ടിയതാണ്, അവിടുത്തെ മദ്ഹ് കൊണ്ട് കിട്ടിയതാണ്, അവിടുത്തെ പേര് കൊണ്ട് കിട്ടിയതാണ്. ആ പേരിന്റെ മഹത്വം, ആ മഹബത്തിന്റെ മഹത്വം ഇത് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതാണ്.